2018 കാലഘട്ടം എറണാകുളം ബ്രോഡ്വേയിൽ ഒരു ഇക്ക ഉണ്ടായിരുന്നു. ചെറുകിട കച്ചവടങ്ങളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഇക്ക. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കച്ചവടം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നഷ്ടമൊക്കെ ആയിട്ട് കടവും വിലയൊക്കെ ആയിട്ട് ഈ അടച്ചുപൂട്ടാറായ തുണിക്കടകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചില കടകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കട കാലിയാക്കൽ എന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കടകളിലെ തുണികളൊക്കെ ചുളുവിലയ്ക്ക് എടുത്തിട്ട് അത് തരംതിരിച്ചിട്ട് കൊള്ളാവുന്ന തുണികളൊക്കെ മറ്റ് കടകളിലൊക്കെ മറിച്ച് വിൽക്കുകയും ബാക്കി വന്ന തുണിയൊക്കെ ഈ ഫുട്പാത്ത് കച്ചവടക്കാർക്കൊക്കെ മറിച്ച് വിറ്റ് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ഇക്ക, ഒരു പാവം ഇക്ക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അയാൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2018 ആ മഹാപ്രളയം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം, കേരളം അന്നോളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രളയമായിരുന്നു. നമുക്ക് ഒരുപാട് ആൾനഷ്ടം ഉണ്ടായിട്ടുണ്ട്, ധനനഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇത് നേരിട്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ്. 21 ദിവസത്തോളം ക്യാമ്പിൽ കിടന്നിട്ടുണ്ട്. അതല്ല പറഞ്ഞു വരുന്നത്. അതിൻ്റെ വാർത്തകളായിരുന്നു എങ്ങും. അതിനുശേഷം നമുക്കറിയാം ഈ പ്രളയമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് പിന്നീട് സഹായ ഹസ്തങ്ങൾ നീട്ടുകയെ ഓരോ സുമനസ്സുകളായിട്ടുള്ള, അത് കേരളം മാത്രമല്ല, അങ്ങ് കാശ്മീരിൽ നിന്ന് വരെ സാധനങ്ങളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്, ക്യാമ്പിലൊക്കെ വന്നിട്ടുണ്ട്, എനിക്കറിയാം. അതിനൊപ്പം തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ചില പ്രത്യേക വാർത്തകൾ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാനും നന്മമരങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പുതിയ നന്മമരങ്ങൾ പൊട്ടി മുളയ്ക്കാനും തുടങ്ങി. ഒരു നന്മമരത്തിന് നമുക്കെല്ലാവർക്കും അറിയാം, മുതുക് ചവിട്ടുപൊടിയാക്കി കൊടുത്ത ജെയ്സൽ എന്നാണ് ആ നന്മമരത്തിൻ്റെ പേര്. നമുക്കറിയാവുന്നതാണ് ലൈഫ് ബോട്ട് എന്ന് പറഞ്ഞാൽ, അതായത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന സാധനമാണ്. 3-4 പേരൊക്കെ സുഖമായിട്ട് കയറിയിരുന്നാലും അറിയാത്തൊരു സംഗതിയാണ്. അത് വേണമെങ്കിൽ വലിച്ച് കരയിൽ കയറ്റി വെച്ചിട്ട് അതേ ആളെ ഇരുത്തിയിട്ട് തള്ളി വെള്ളത്തിൽ ഇറക്കിയിട്ട് വേണേൽ കൊണ്ടുപോകാവുന്ന കേസുള്ളൂ. പക്ഷേ ഈ ജെയ്സൽ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വള്ളത്തെ കയറാൻ വേണ്ടിയിട്ട് പ്രളയത്തിൽ ഉൾപ്പെട്ട സ്ത്രീകളാണ് എന്ന് ഓർക്കണം. ഒന്ന് കാല് നനഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇയാൾ അവിടെ കമന്ന് കിടന്ന് മുതുക് കാണിച്ചിട്ട് ഈയുടെ മുതുകിൽ ചവിട്ടി ഈ ലൈഫ് ബോട്ടിൽ കയറുന്ന ചിത്രങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഷൂട്ട് ചെയ്ത് പിന്നെ വലിയ രീതിയിൽ വൈറലായി. ഇയാൾ ഭയങ്കര നന്മമരമായി. അയാൾക്ക് നാട് നീളെ അയാൾക്ക് സ്വീകരണം കിട്ടി, പണം കിട്ടി, ഉപഹാരങ്ങൾ കിട്ടി, അവാർഡുകൾ കിട്ടി. മഹീന്ദ്ര ഒരു വണ്ടി വരെ കൊടുത്തു. പക്ഷേ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 2 ക്രിമിനൽ കേസിൽ ഇയാൾ പെടുകയും ഇയാൾ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ഒരു നന്മമരത്തിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, എറണാകുളം ബ്രോഡ്വേയിലെ ഇക്കയുടെ കേസാണ്. അങ്ങനെ ഓരോ ദിവസവും ഇതേപോലുള്ള നന്മമരങ്ങളുടെ വാർത്ത കേൾക്കുന്നുണ്ട് ഈ ഇക്കയും ഇക്കയുടെ കുറച്ച് സുഹൃത്തുക്കളും ചില പ്രാദേശികമായിട്ടുള്ള യൂട്യൂബ് ചാനലുകാരൊക്കെ ചേർന്നുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു. യഥാർത്ഥത്തിൽ ഇക്കയ്ക്ക് സ്വന്തം എന്ന് പറയാനായിട്ടൊരു കട പോലും ഇല്ലാത്ത വ്യക്തിയാണെന്ന് ഓർക്കണം. ക്യാമറയുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പരിചയക്കാരൻ്റെ കടയിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഏതാണ്ട് 20,000 രൂപയോളം വരുന്ന തുണിത്തരങ്ങൾ, ഇത് മുഴുവൻ ദുരിതബാധിതർക്ക് വേണ്ടി കൊടുക്കാൻ എടുത്തോളൂ എന്ന് പറയുകയും ഇവരിത് ഷൂട്ട് ചെയ്യുകയും അത് എടുത്തു കൊണ്ടുപോയി. അങ്ങനെ ഒരു ചാനലാവുന്നു, അടുത്ത ചാനലാവുന്നു, അങ്ങനെ കൂടുതൽ ആളുകൾ കാണുന്നു. ഏറ്റവും ഒടുവിൽ വിഷ്വൽ മീഡിയ, അതായത് നമ്മുടെ ടെലിവിഷൻ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നു. അപ്പോഴേക്കും ഈ ഇക്ക വലിയ നന്മമരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭിനന്ദന പ്രവാഹം. പോരെങ്കിൽ ഇയാൾ CIT-കാരനാണ് എന്ന് ഒരു വിവരം കൂടി പുറത്തു വരുന്നു. അപ്പോൾ പിന്നെ ഇടതുപക്ഷം മെയ് മറന്ന് ഇയാളെ അങ്ങ് വലിയ നന്മപരമാക്കി. തുടർന്ന് അയാൾക്ക് ഗൾഫിൽ വരെ പോകാൻ പറ്റുന്നു. അവിടങ്ങളിലെ സംഘടനകൾ അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നു. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വരുന്നു. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു തുണിക്കടയും സ്വന്തമായിട്ട് ഒരു ചെരുപ്പ് കടയുമുണ്ട്. പക്ഷേ അന്നും അദ്ദേഹത്തിൻ്റെ ആ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നും ഇത് ഉണ്ടാക്കിയെടുത്ത നന്മവരാണെന്നും അവർക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഒരു പൊതുവികാരം എന്നൊരു സംഗതി ഉണ്ടല്ലോ. മാധ്യമങ്ങളെല്ലാം കൂടെ ഒരാളെ വാഴ്ത്തിക്കൊണ്ട് വരുമ്പോൾ സത്യം നമുക്കറിയാമെങ്കിലും അതിനെതിരെ സംസാരിച്ചാൽ നമ്മൾക്ക് തെറി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഏറിപ്പോകുമെന്ന പേടി കൊണ്ട് മിണ്ടാതിരിക്കും. അക്കാലത്തൊക്കെ അത് കുറച്ച് കൂടുതലായിരുന്നു. അതിനാൽ സത്യം അറിയാവുന്നവർ മിണ്ടാതിരുന്നു. പക്ഷേ പോകെ ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്താണ്, ഇത്തരക്കാരുടെ അടിസ്ഥാന സ്വഭാവം മാറില്ല എന്ന് മനസ്സിലായപ്പോൾ ആളുകൾക്ക് പിന്നെ മനസ്സിലായി യാഥാർത്ഥ്യം എന്തെന്നും സത്യം എന്തെന്നും. ഇത് വീണ്ടും ഉറപ്പിച്ച് പറയാനുള്ള കാരണം, ഇത്തവണ വയനാട് ദുരന്തം നടന്നതിന് ശേഷം ഇദ്ദേഹത്തിന് തുണിക്കടയുണ്ട്, ചെരുപ്പ് കടയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെരുപ്പ് കട തന്നെ വെച്ചിട്ട് ചെരുപ്പുകളൊക്കെ എടുത്തുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ നാടകം ഒന്ന് പുനരാവിഷ്കരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. കുറച്ച് ചെരുപ്പുകളൊക്കെ കൊടുത്തു എന്നാണ് അറിവ്. പക്ഷേ അന്നത്തെ പോലെ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുകയോ വലിയ നന്മപരമാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞ് വീണ്ടും അതേപോലെ ഒരു അഭ്യാസങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തില്ല. കാരണം കുറച്ച് മാധ്യമങ്ങൾക്കും കുറച്ച് ആളുകൾക്കും യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ, അവർ വിചാരിച്ചാൽ ഒരാളെ ഉയരത്തിലേക്ക് കയറ്റാനും പറ്റും, അതേപോലെ തന്നെ വലിച്ച് താഴെയിടാനും പറ്റും. പലതും സ്ക്രിപ്റ്റഡാണ്. നമ്മൾ കാണുന്നത് കേൾക്കുന്നത് കേട്ടറിയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കരുത്. അത് പലതും ചിലർ ബോധപൂർവം തന്നെ ഉണ്ടാക്കുന്നത്. അതും ചില പ്രത്യേക കൂട്ടരുടെ കാര്യമാകുമ്പോൾ അതങ്ങനെ ആയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. നമുക്കറിയാം, പ്രളയ സമയത്ത് തന്നെ സ്വന്തം ഉപജീവന മാർഗമായിട്ടുള്ള ആടിനെ വിറ്റ പണം കൊടുത്ത ഒരു ഇത്തയെ നമുക്കറിയാം. ആടിന് കൊടുത്തുകൊണ്ട് ആ ഇത്തയ്ക്ക് ലാഭമേ ഉണ്ടായിട്ടുണ്ട്. കാരണം ആടിന് എത്രയാണോ അതിൻ്റെ എത്രയോ 10 ഇരട്ടിയോളം അവർക്ക് സമ്മാനമായിട്ടും ഉപഹാരമായിട്ടും കിട്ടി. അപ്പോൾ ഇതൊക്കെ നല്ല മനസ്സല്ലേ
ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കും. അപ്പോൾ ഒന്ന് ഓർക്കുക, ഈ ഇക്കയോ അല്ലെങ്കിൽ മുതുക് കാണിച്ച ഒരു ജെയ്സലോ മാത്രമല്ലല്ലോ ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ സമാനമായിട്ടോ ഒരുപക്ഷെ ഇതിനും അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരൊന്നും ഇതുപോലെ വാഴ്ത്തപ്പെട്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവരെയൊന്നും ഇങ്ങനെ വാഴ്ത്തിപ്പാടാൻ ആരും മെനക്കെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവരതിന് നിന്നു കൊടുത്തിട്ടില്ല. അതിനർത്ഥം ഈ 3.5 കോടി ജനസംഖ്യയുള്ള ഈ കേരളത്തിൽ ഈ ഒരു 3-4 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ നന്മവരം? ഒന്നും അല്ലല്ലോ. അപ്പോൾ ചില ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നന്മവര നിർമ്മിതിയാണ് ഇവിടെ മുൻകാലങ്ങളിൽ നടന്നത്. അതിപ്പോഴും നടക്കുന്നുണ്ട്. കർണാടക കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഒരു നന്മവരത്തിനെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വാഴ്ത്തിക്കൊണ്ട് വരികയാണ്. അതിൻ്റെ യാഥാർത്ഥ്യം വേറെയാണ്. ഞാൻ ഇതിനു മുമ്പ് ആ വീഡിയോ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് അതിന് നഷ്ടപരിഹാരം വേണമെങ്കിൽ അതിൻ്റെ അവശിഷ്ടമെങ്കിലും കിട്ടിയേ മതിയാവും. അതിനൊപ്പം അർജുൻ ഒരു സെൻറ്റിമെൻ്റൽ അവിടെ കിടപ്പുണ്ട്. അതും കൂടെ ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ സംഗതി വർക്കൗട്ട് ആവത്തുള്ളൂ. ഏത് നന്മവര നിർമ്മിതി. അപ്പോൾ അവിടുത്തെ ദുരന്തവും നമ്മുടെ വയനാട് ദുരന്തവും കവളപ്പാറ ദുരന്തവും അവിടെ ഇനിയും കിട്ടാനുള്ള 111ഓളം ആളുകൾ മലയാളികൾ ഇവിടെ മിസ്സിംഗ് ആണ്. അവർക്കുണ്ട് ബന്ധുക്കൾ, മാതാപിതാക്കൾ, അവരും കാത്തിരിക്കുന്നുണ്ട് അസ്ഥിയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവിടെ ഒന്നുമില്ലാത്ത ചില സംഗതികൾ കർണാടകയിലെ ഷിരൂരിൽ മാത്രമാണ് മാധ്യമങ്ങൾ കാണുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യാജ നന്മമര നിർമ്മിതിയിലാണ് അവർ. വളരെ തിരക്കിലാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കേട്ടറിയുന്നതും മാത്രമല്ല സത്യം. പലതും ഇതേപോലെ സ്ക്രിപ്റ്റഡാണ്, നിർമ്മിക്കപ്പെടുന്നതാണ്. ഒട്ടുമിക്ക മനുഷ്യരുടെ ഉള്ളിൻ്റെ ഉള്ളിലും നന്മയുണ്ട്. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അല്ലാതെ കോടിക്കണക്കിന് ആളുകളിൽ 2-3 പേര് മാത്രമല്ല ഈ നന്മ ചെയ്യുന്നതും നന്മമരമാവുന്നതും. ചിലരെയൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ബോധപൂർവം അങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. അങ്ങനെ ആക്കിയെടുക്കുന്നവരിൽ 99% നോക്കുക ഒരു പ്രത്യേക കൂട്ടരാണ്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, അതൊരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാമാണ്.